ഇന്ന് നമ്മൾ 1000 കൊല്ലി ചൂണ്ട എന്ന് പറഞ്ഞ ചൂണ്ടയിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ചൂണ്ടക്കുളത്ത് മേടിച്ചിട്ടുണ്ട്. 14 സൈസാണ് ചൂണ്ടക്കുളത്ത്. പിന്നെ ഒരു റോള് വള്ളിയും മേടിച്ചിട്ടുണ്ട്. കുറച്ച് ചൂണ്ട കെട്ടി വെച്ചിട്ടുണ്ട്. 31 കുളത്താണ് ചൂണ്ടയിടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോയി ചൂണ്ട കെട്ടുന്നതും മീൻ പിടിക്കണമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം നമ്മൾ 31 ചൂണ്ട ഇങ്ങനെ കെട്ടി വെക്കും ആദ്യം. അത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ കെട്ടുന്നത്. പിന്നി കെട്ടുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചൂണ്ട അടിപൊളിയായിട്ട് ഒരു 31 കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി വള്ളിക്കകത്തായിട്ട് എങ്ങനെയാണ് കെട്ടണേന്ന് നോക്കാം. നമ്മൾ കെട്ടി വെച്ചേക്കുന്ന ചൂണ്ട ഈ ഒറ്റ വള്ളിക്കകത്തായിട്ട് കെട്ടുക 31. അതൊരു കോലെല്ലാം എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരേ അളവിൽ കിട്ടുക. എന്നിട്ട് കുപ്പിക്കകത്തായിട്ട് ചുറ്റി കയറ്റണം. അതെന്തിനാ കുപ്പിക്കകത്ത് ഇട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട കെട്ടുന്നത് ഉടക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുപ്പിക്കകത്ത് ചുറ്റി വെച്ചില്ലെങ്കിൽ ഉടക്കിന്ന് വരും. അപ്പോൾ നമുക്ക് പിന്നെ അഴിച്ചെടുക്കാനും പുഴ ചെന്ന് കഴിയുമ്പോൾ ഇടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതെല്ലാം നന്നായിട്ട് കെട്ടുക. പിന്നെ കെട്ടുന്ന ചൂണ്ട ഉണ്ടല്ലോ, ആ ചൂണ്ട തന്നെ ആ വള്ളി ഒന്ന് പതിയെ ഒന്ന് ഇത് ചെയ്തിട്ട് അതിൻ്റെ അകത്തിട്ട് തന്നെ കയറ്റി വയ്ക്കുക. അപ്പോൾ ഉടക്കാതിരിക്കും. അപ്പോൾ നമ്മുടെ ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പുഴയിലേക്ക് പോയി ചൂണ്ടയിടാൻ വേണ്ടി. അപ്പം ചൂണ്ടയിടണ എവിടെയാണെന്ന് അറിയണ്ടേ? ഏത് പുഴയാണെന്ന് അറിയണ്ടേ? മൂവാറ്റുപുഴയാറിലാട്ടോ ചൂണ്ടയിടണേ. നല്ല കലക്കലുണ്ട് വെള്ളത്തിന്. കലക്കുള്ള സമയത്ത് മഞ്ഞക്കൂരി, മനഞ്ഞില്, വാളക്കൂരിയൊക്കെ കിട്ടേണ്ടതാണ്. ഇപ്പം എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് തീറ്റ ഇടാൻ പോകുന്നത് കോഴിക്കോടിലാണ്. കോഴിക്കോടതിൽ കട്ടയായിട്ടാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പം എല്ലാ ചൂണ്ടക്കകത്തും തീറ്റ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരറ്റം മരത്തിൻ്റെ കമ്പയിൽ എവിടെയെങ്കിലും കെട്ടിയിടണം. അപ്പോൾ ഒരറ്റം നമ്മൾ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ഒരറ്റത്തുനിന്ന് വലിച്ചോണ്ട് പോവുക ട്യൂബിന്. നല്ല ആഴവും നല്ല ഒഴുക്കമുള്ള സ്ഥലം അത്. അപ്പോൾ നമ്മൾ കെട്ടിയിട്ടിട്ട് വലിച്ചോണ്ട് പോകും. അപ്പോൾ ഈ വലിച്ചോണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഉടക്കാതെ ഇരിക്കാൻ വേണ്ടി അത് നേരെ ഇടണം. എന്നിട്ടേ വലിച്ചോണ്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ എവിടേക്ക് ഉടക്കി മൊത്തം കെട്ടായി ചൂണ്ടയിടൽ മൊത്തം കുളമാവും. അപ്പോൾ അത് നേരെ ഇട്ടിട്ട് വേണം നമ്മൾ വലിച്ചോണ്ട് പോകാൻ. അപ്പോൾ ചൂണ്ട നമ്മൾ അത്യാവശ്യം നടുക്ക് ഭാഗത്തായിട്ടാണ് കൊണ്ടുവരണേ. അപ്പോൾ കൊണ്ടുപോയിടുമ്പോൾ അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം മുഴുത്തൊരു കല്ലും കൂടെ അറ്റത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ട്യൂബിനെ തുഴഞ്ഞു കൊണ്ടുപോയി നടുക്കിടും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വന്ന് ചൂണ്ട പൊക്കി നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചൂണ്ടയിടലൊക്കെ കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോൾ കല്ലിന്റെ ഇടയിൽ ചെമ്മീനൊക്കെ ഉണ്ട്. അതിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇഷ്ടംപോലെ ചെമ്മീനുണ്ട് കല്ലിന്റെ ഇടയിൽ കൂടെ.
അപ്പോൾ നമുക്ക് നാളെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ചൂണ്ട നോക്കാമല്ലോ എന്ന് ഓർത്ത് പോവാ. ഇപ്പം രാവിലെ തന്നെ നമുക്കിട്ട് പണി കിട്ടി. ചൂണ്ട എവിടെ ചെന്ന് ഉടക്കി. ഇപ്പം ചൂണ്ട പൊക്കാൻ വേണ്ടി രാവിലെ തണുത്ത വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഫസ്റ്റ് ചൂണ്ടയ്ക്കകത്ത് ആമസോണിൻ്റെ കവറുണ്ട്, പ്ലാസ്റ്റിക് കൂട്. പിന്നെ തീറ്റയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 2-3 ചൂണ്ട പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തേലും ഉണ്ടോയെന്ന് നോക്കണം. ചൂണ്ടയ്ക്കകത്ത് 2-3 ചൂണ്ട പൊട്ടിപ്പോയിട്ടുണ്ട്. മനഞ്ഞിൽ പിടിച്ച് ചുറ്റിക്കെട്ടി പൊട്ടിച്ചാൻ സാധ്യതയുണ്ട്. മനഞ്ഞിൽ കൂടുതലുണ്ട് പുഴയിൽ. അപ്പോൾ ഒരു മീനെ കിട്ടിയുള്ളൂ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ചൂണ്ടിട്ടിട്ട്. അടുത്ത ദിവസം മീൻ പിടിച്ച് കാണിച്ചിരിക്കും നിങ്ങൾ. നമ്മളപ്പോൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും മീൻ പിടിക്കണം. ഇന്ന് നമ്മുടെ ഓട്ടത്തിൽ പപ്പയും ചൂണ്ടിടാൻ പോകുന്നുണ്ട്. അപ്പം ഇന്നലത്തെ പോലെ തന്നെ കല്ല് കെട്ടിയിട്ട് നമ്മൾ ഇടാൻ പോവാണ്. കല്ല് കെട്ടിയപ്പോൾ ഒരു കാര്യം ചെയ്തു പുതിയതായിട്ട്. അതായത് വേറെ ഒരു വള്ളി വെച്ച് കെട്ടി, ബലം കുറഞ്ഞ വള്ളി വെച്ച് കല്ലായിട്ട് കെട്ടി വള്ളി. എന്നിട്ട് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ആ വള്ളി കല്ലേന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മുടെ ഉടക്കാതെ ചൂണ്ടങ്ങ് വിട്ടുപോരും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സൈഡിൽ കൂടെ അല്ല കേട്ടോ ചൂണ്ടിടണേ. സൈഡിൽ കൂടെ ഇട്ടിട്ട് മേളിലേക്ക് കയറിയിട്ട് ഒഴുക്ക് കാരണം സൈഡിൽ കൂടെ കയറിയിട്ട് സൈഡിൽ നിന്ന് നടുക്കേട്ട് നീങ്ങിയാണ് ചൂണ്ടയിടുന്നത്. ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ രാവിലെ വന്ന് ചൂണ്ട നോക്കും. അപ്പത് രാവിലെ തന്നെ നമ്മൾ ചൂണ്ട നോക്കാനായിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ ചൂണ്ടയൊന്ന് പതിയെ ഉടക്കിയിട്ടുണ്ടായിരുന്നു. ഉടക്കിയത് പതിയെ വലിച്ചപ്പോൾ തന്നെ ആ കല്ലേന്ന് വിട്ടുപോയി. അതേപോലെയുള്ള വള്ളിയായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ചൂണ്ട ഇറങ്ങിയെടുക്കേണ്ട ആവശ്യം വന്നില്ല.
അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു 3-4 മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇടുന്ന അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. താങ്ക്